നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം മനുഷ്യന്മാർക്ക് പറഞ്ഞതാണ് നാണവും മാനവും എന്നുള്ളതൊക്കെ. ഇത്തരത്തിലൊരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാണവും മാനവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു കുഞ്ഞിനെ 50 കൂടുതൽ വെട്ടേൽപ്പിച്ച് കൊല്ലുക, അതും ജനനേന്ദ്രിയത്തിലൊക്കെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുക, സിഗരറ്റ് കുറ്റി കൊണ്ട് കുത്തുക, അതുപോലെ തന്നെ 2 കൈയും ഒടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഇവരൊക്കെ എത്രത്തോളം വലിയ സൈക്കോ ആണെന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോ ആളുകളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ചൈൽഡ്ഹുഡ് എന്നുള്ളത്. ആ ചൈൽഡ്ഹുഡിൽ ഫുള്ള് ട്രോമ കൊടുക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജീവിക്കുന്നത് UK-ലാണ്. ഇവിടേക്ക് ഒരു കുട്ടിന് ഇത്തരത്തിലൊരു അബ്യൂസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ വർക്കർ ഇടപെടും, ഇവിടുത്തെ സിസ്റ്റം ഇടപെടും, എന്നിട്ട് അവരെ ആ ഒരു മാതാപിതാക്കളിൽ നിന്നും മാറ്റി നിർത്തും എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേടിപ്പെടുന്ന ഒരു സിസ്റ്റം നമുക്കും വേണം എന്നുള്ളതാണ്. അഷ്കർ എന്നുള്ള ഈ ചെറ്റ മുൻ ഭാര്യയായിട്ടുള്ള ആമിനെയും ഇതുപോലെ തന്നെ ക്രൂരമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൊച്ചിനെ ഇത്രയും ദ്രോഹിച്ചു കൊന്നതിന് ശേഷം മരിച്ചു നടക്കുന്ന കുട്ടിയുടെ വായിലേക്ക് ഫുഡ് കൊടുക്കുന്നതിനിടയിലാണ് മരിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് അഷ്കർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. മനുഷ്യന്മാർക്ക് പലർക്കും പേടി പോകുന്നത് എപ്പോഴാണെന്ന് അറിയോ? നമുക്ക് എതിരാളികളില്ല എന്ന് തോന്നുമ്പോഴാണ്. ഇവിടുത്തെ സിസ്റ്റവും നിയമങ്ങളും ശിക്ഷയും എല്ലാം ഈസിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാനുള്ള പേടി അവർക്ക് പോകുന്നത്. തീർച്ചയായിട്ടും അവർ ചെയ്ത തെറ്റ് എത്ര വലുതാണോ അതിനോട് സെയിം ആയിട്ടുള്ള ശിക്ഷയും അവർക്ക് ലഭിക്കണം. ഇന്ത്യയിൽ ഉടനീളം ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലൈൻ വളരെ സ്ട്രോങ് ആക്കാൻ വേണ്ടി കഴിയുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ സർക്കാർ ഇതിനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും, ഒരു ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.